ഞാൻ രാവിലെ കക്കൂസി ഇരുന്നപ്പോഴേ കറണ്ട് അങ്ങ് പോയി. അതിനാ തുറന്നു വെച്ചേക്കുന്നേ? ആ തുറന്നതിനകത്ത് കയറി ഇരിക്കാന്ന് വിചാരിച്ചു. വയറിന് കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ആ വയറിന് കംപ്ലൈന്റ് ആയിട്ടാണ് കക്കൂസി പോയത്. അതല്ല, ഇതിന്റെ അകത്ത് വയറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോന്ന്. അമ്മ എന്തിനാ രാവിലെ അവിടെ കിടന്ന് ബഹളം വെച്ചേ? നിന്റെ റൂമിലോട്ട് ഒരു ഓന്ത് വന്ന് കയറി. എന്റെ റൂമിലോ? എന്നിട്ട് അതങ്ങ് ഓടിപ്പോയി. എന്തായിരിക്കും ഓന്ത് എന്റെ റൂമിൽ കയറാൻ? സാഹചര്യത്തിനൊത്തേ നിറം മാറുന്ന രണ്ടുപേരൊരു റൂമിൽ വേണ്ടാന്ന് വിചാരിച്ചു അതങ്ങ് ഓടിപ്പോയ. ആ നിങ്ങളുടെയൊക്കെ കാര്യമാകുമ്പോ നിങ്ങക്ക് കറക്റ്റായിട്ട് അറിയാം. അറിയാം. രാവിലെ അത് പറയാൻ വന്നതാണോ? നീ ഇന്നലെ ഒരു പെണ്ണ് കാണാൻ പോയില്ലയോ? അവര് വിളിച്ചായിരുന്നു. വിളിച്ചു. അവർക്ക് എന്നെ വേണ്ടായിരിക്കും അല്ലേ? അവർക്ക് പണിയുള്ള ചെറുക്കനെ മതി താനും, ഇവിടുത്തെ ചെറുക്കന് പണിക്ക് പോകാൻ മടി താനും. പിന്നെ എങ്ങനെ ശരിയാകും? ഇത്ര വൃത്തികെട്ട കുടുംബത്തിലെ കാണാം പെണ്ണ് കാണാൻ പോയത്. ഫ്യൂസ് ഒക്കെ കെട്ടിയോ? ഫ്യൂസ് ഒക്കെ എപ്പോഴേ കെട്ടി. ഫ്യൂസ് വരെ കെട്ടി. ഇനി എന്റെ മോൻ എന്നാ കെട്ടുന്നത്? ഞാൻ വന്നപ്പോഴേ ഈ വയറും കൂടെ ബന്ധം വേർപെടാൻ റെഡിയായി നിൽക്കുന്നു. ഞാനാ ഇവരെ ഒന്നിപ്പിച്ചത്. എന്നാ നാളെ തൊട്ടേ കുടുംബക്കോടതി സോമമക്കലിന്റെ കൂടെ പോ ഉടമസ്ഥനായിട്ട്. നീ വിഷമിക്കണ്ടാടാ, നിനക്ക് നല്ലൊരു പെണ്ണിനെ. അമ്മയുടെ നാവ് പൊന്നാവട്ടെ. എന്റെ നാവ് പൊന്നൊന്നും ആവണ്ട. എന്നിട്ട് വേണം എനിക്ക് മുത്തൂറ്റ് കൊണ്ട് ഇത് പണയം വെക്കാൻ. അത് വേണ്ട. അതാകുമ്പോ നല്ല പൈസയും കിട്ടും. അമ്മയുടെ നാവിന് ഭയങ്കര നീളമില്ല. അമ്മയ്ക്ക് ഇടയായിട്ട് എന്നെ യാതൊരു വിശ്വാസവും ഇല്ല. ഒരു മാല ബാങ്കുകാർ കൊണ്ടുപോയെന്നും വെച്ചോണ്ട് ആർക്കും അബദ്ധം പറ്റാത്ത മെസ്സിക്കും റൊണാൾഡോയ്ക്കും വരെ ചുമലക്കാർഡ് കിട്ടി. ഇത്രയും പൈസ ഉള്ള മെസ്സിക്കും റൊണാൾഡോയ്ക്കും എങ്ങനെ ചുമന്ന കാർഡ് കിട്ടി? അവർക്ക് വെള്ള കാർഡല്ലേ കിട്ടണ്ടേ? മെസ്സി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചുമന്ന കാർഡിന്റെ കിറ്റ് മേടിക്കാൻ.